ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏകദേശം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്താറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലുലുമാളും കൂടി കണ്ട് ഇവിടെ വെച്ചിട്ട് ലുലുമാൾ കണ്ടിൻ്റെ സൈഡിലായിട്ട് ഏകദേശം ഇപ്പോൾ അമ്പലം എത്താറായിട്ടുണ്ട്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ ആരും ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. 4 മണിക്ക് ഞങ്ങൾ പോകുന്നതാണ്. 2 മണിക്ക് കഴിഞ്ഞിട്ട് റെഡി ആകാനൊക്കെ തുടങ്ങി. ഫുഡൊന്നും കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു കടയിൽ കയറണം. കുട്ടി ദോശ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ കയറി ഈ കടയിൽ. എന്താണ്, അമ്മയും അച്ഛനും സാന്തു അഭിചേട്ടനൊക്കെ പൂരിയും കിഴങ്ങറിയാണ് പറഞ്ഞത്. ഞാൻ മസാല ദോശ, ചിറ്റയും കൊച്ചിനും പ്ലെയിൻ ദോശ. പൂരിയും പ്ലെയിൻ ദോശയൊക്കെ പറഞ്ഞവർക്ക് ആദ്യം തന്നെ വന്ന് മസാല ദോശ ഓർഡർ ചെയ്ത് എനിക്ക് ലാഗടിച്ചായിട്ട് അവസാനമാണ് വന്നത്. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ രീതിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പൂരി ഓക്കെയാണെന്ന് അവർ പറഞ്ഞു കഴിച്ചിട്ട്. ഞാനും കഴിച്ചാൽ അതും എനിക്ക് മസാല ദോശ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റാണല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ തന്നെ കഴിച്ചിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെയുള്ള നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നണം. അതാണ് സംഭവം. അങ്ങനെ ഞങ്ങൾ തൊഴാനായിട്ട് കയറാൻ പോവുകയാണ്. നല്ല ക്യൂ നിൽക്കണം, എന്നാലേ നമുക്ക് നടയിലെത്താൻ പറ്റത്തുള്ളൂ. ഗുരുവായൂർ അമ്പലം എങ്ങനെയാണോ അതിന് ഇരട്ടിയാണ് ഇവിടെ ക്യൂ. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറണത് അമ്പലത്തിലേക്ക്. 8:45 ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം ടൈം പോയി. അങ്ങനെ ഞങ്ങൾ നടയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗുരുവായൂർ അമ്പലം പോലെ തന്നെ ഇവിടെയും ഒന്നും കയറ്റത്തില്ല. ഇലക്ട്രോണിക്സ് ഒരു സാധനങ്ങളും കയറ്റത്തില്ല. ഇവിടെ ബാഗ് പോലും കയറ്റത്തില്ല. പിന്നെ ബോയ്സിന് ഷർട്ട് ഇടാൻ പാടില്ല. ഷർട്ടൊക്കെ എല്ലാം പുറത്ത് ഊരി വെച്ചേക്കണം. ക്ലോക്ക് റൂമിൽ സേഫാക്കാം. എല്ലാത്തിനും ഡിഫറെൻറ്റ് റേറ്റാണ്. ഫോണ്, ക്യാമറ, ഡ്രസ്സ്, ചെരുപ്പ് എല്ലാത്തിനും, ബാഗ്സിനൊക്കെ. 12:45 1 മണിയൊക്കെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ദാഹിക്കണമുണ്ട്, വിശക്കണമുണ്ട്. അങ്ങനെ ഒരു കടയിൽ കയറി സ്പ്രിൻറ്റും അമ്മ ചായയും പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയായിരുന്നു. ഈ ഒരു ഗോപുരത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രി. ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഗോപുരമാണ്. കാരണം ആ സെൻറ്ററിൽ കാണുന്ന 5 ഹോളിലൂടെ വർഷത്തിൽ 2 പ്രാവശ്യം സൂര്യോദയം നമുക്ക് കാണാൻ പറ്റും. ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അമ്പലക്കുളത്തിൽ കുറേ മീനുണ്ട്. അതിനെയും കണ്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അതിൻ്റെ സൈഡിൽ തന്നെ മാർക്കറ്റാണ്. ഏകദേശം കൊച്ചി ബ്രോഡ്വേ പോലെയൊക്കെ വരും. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. അവിടെ ഒന്നും സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ അമ്പലത്തിൻ്റെ എവിടെയാണോ ഇട്ടത് അവിടെ തന്നെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് അമ്മ ഏതോ ഒരു കടയിൽ ഷോൾ ഉണ്ടായിരുന്നു. ആ കടയിൽ തപ്പി വന്നതാണ്. ഇതാണ് ആ കട. എന്നിട്ട് ഇവിടെ നിന്ന് 2 ഷോൾ വാങ്ങിയായിരുന്നു, ഒരു വൈറ്റും റെഡും. ആ ഷോൾ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഷോപ്പിലൊക്കെ ഡിസ്പ്ലേയിൽ ഡ്രസ്സിനൊക്കെ റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണിക്കാം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് അങ്ങനെ ഒന്നിലും കയറി വാങ്ങിയില്ല. പിന്നെ സിറ്റി ഇവിടെ നിന്നൊരു ഫ്രൂട്ട് വാങ്ങിയായിരുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ മറ്റേ ശംഖുമുഖം ബീച്ചിൽ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ അടിയിൽ. ഫുഡൊന്നും കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിപ്പോയി. ഈ പോക്ക് പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഈ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മെയിനായിട്ട് പോണത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലാണ്. അതിൻ്റെ ഒറ്റ നിന്നിട്ട് നമുക്കൊന്നും നിൽക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ വന്ന് ഇരിക്കുവാണ്. എല്ലാവരും ഉണ്ട്, അമ്മ, അച്ഛനും കൊച്ചനും ചിറ്റയൊക്കെ, സാന്തും അച്ഛനും എല്ലാവരും ഉണ്ട്. പിന്നെ വെയിലൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേണ്. അടിപൊളിയാണ് അത് ശരിക്കും കാണാനായിട്ട്. അത് ഒറിജിനലാണ്, ഇനി വെറുതെ ഉണ്ടാക്കി വെച്ചാണെന്ന് അറിയില്ല. ഒറിജിനലാന്നൊക്കെ പറയുന്നുണ്ട്. ശംഖുമുഖം ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ് വന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പോകാത്തവരൊക്കെ എന്തായാലും പോവുക. വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പോയി വന്നിട്ടുണ്ട്. അച്ഛൻ പോകണം ബ്ലാക്ക് ഷർട്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോവുകയാണ് തിരിച്ച്. ചിറ്റ ഒരു ഫ്രൂട്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ഫ്രൂട്ടാണിത്. അപ്പം ഞാൻ സ്വന്തം എല്ലാവരും വണ്ടിയിരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ ആനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പണ്ട് പോയിട്ടുണ്ട്, ഇതെന്തോ 3ാമത്തെ തവണയെന്ന് തോന്നുന്നു. അമ്മേച്ചനൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോയതായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ടാ നമുക്ക് പുറത്തേക്ക് പൈൻ മരം കുന്തിരിക്കും.
കുന്തിരിക്കമാണ് കുന്തിരിക്കം. അല്ല അതിൻ്റെ അകത്തൊന്ന് അതാണ് ചെറിയ വല്ല മീനാണ്ടാകുക. അത് നടക്കണ സ്ഥലമാക്കാം. കരടി കരടി ഈ കുഴി കാണും. കുഴി അത് സാധനം നാടൻ കാക്ക പ്രാവ്. ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നു. അവളെന്ത് ഓക്കെ അപ്പം ഞങ്ങൾ സൂ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ഈ പീക്കോക്കിനെയും കൂടി കണ്ടിട്ട് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നല്ലോ. അപ്പോൾ അത് ആ കൊച്ചിനൊക്കെ കിടന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമായി, കാരണം രാവിലെ പോകുന്നതാണല്ലോ. അങ്ങനെ കൊച്ചിനെ ഇവിടെ കിടപ്പുണ്ട്, എല്ലാവരും സൈഡിലൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഇത് നേരെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്, കുറേ പേരുണ്ട്. ഇതൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കയറായിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. 6 മണിക്കല്ല, 5 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും. ഞങ്ങളവിടെ എത്തിയത് 4 മണി ആയപ്പോഴാണ് അവിടെ എത്തിയത്. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോവുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണ ഗേൾസിൻ്റെ ശ്രദ്ധയ്ക്ക് അവിടെ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാരി അല്ലെങ്കിൽ പട്ടുപാടം ബ്ലൗസ് അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പ്. ഇതല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ടാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളൊരു മുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഉടുക്കണം. അതവിടെ റെൻറ്റിനും കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ടാണെങ്കിലും വേറെ റെൻറ്റിന് 10 രൂപയ്ക്ക് എന്തോ ഉള്ളൂ. ഇതാണ് മ്യൂസിയം. പക്ഷെ ഞങ്ങള് മ്യൂസിയത്തിൽ കയറുന്നില്ല, ഞങ്ങൾ കയറിയില്ല, അതിന്റെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എല്ലാം ഒന്ന് സ്ലോലി എക്സ്പ്ലോർ ചെയ്യണം, കാരണം ഇത് ധൃതി പിടിച്ചാണ് ഞങ്ങൾ സൂവിലൊക്കെ പോയിട്ട് വന്നത്. നൈറ്റ് ഒരു 9 മണിക്ക് ഇപ്പോൾ നമ്മൾ തട്ടുകടയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. അവർ ദോശയും ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.